എവലീനാസ് കിച്ചൻ. ഇന്ന് നമുക്ക് വളരെ ഈസിയായി നേന്ത്രപ്പഴം അഥവാ ഏത്തപ്പഴം കൊണ്ട് ഒരു സ്നാക്ക് ഉണ്ടാക്കിയാലോ. നിങ്ങൾ ഈ പഴം കണ്ടോ, നന്നായി പഴുത്തു. ഇതുപോലെ നന്നായി പഴുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ സ്കിന്നൊക്കെ ഇങ്ങനെ ഡാർക്ക് കളറായാൽ കഴിക്കാൻ എല്ലാവർക്കും മടിയായിരിക്കും. അപ്പോൾ ഒരു ദിവസം കൂടി കഴിഞ്ഞാൽ നമ്മളിത് എറിഞ്ഞു കളയും. എന്നാൽ ഓവറായി പഴുത്ത ആ പഴം കൊണ്ട് നമുക്കൊരു സ്നാക്ക് ഉണ്ടാക്കാം. അതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഈ പഴം ചെറുതായി അരിഞ്ഞെടുക്കാം. പഴം ഞാൻ ചെറുതായി അരിഞ്ഞെടുത്ത് കഴിഞ്ഞു. ഇനി ചൂടായ പാനിലേക്ക് നമുക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പഴം ഇട്ട് കൊടുക്കാം. ഇത് അധികം വേവിക്കുകയൊന്നും വേണ്ട കേട്ടോ. 1 മിനിറ്റ് ഒന്ന് ചെറുതായി ഒന്ന് വാടി വരുന്നവരെ ഇട്ടാൽ മതി. ഇപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഴത്തിന് നല്ല മധുരം ഉണ്ട് കേട്ടോ, നല്ല പഴുത്ത പഴമല്ലേ, അതുകൊണ്ട് ആവശ്യത്തിന് പഞ്ചസാര ഇട്ടാൽ മതി. ഈ സമയത്ത് പഞ്ചസാരയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കര ഇടാം കേട്ടോ. ശർക്കര ഇട്ടും ഇത് തയ്യാറാക്കാം. ഇനി ഇതിലേക്ക് ഒരു 3 ഏലക്കായ പൊടിച്ചത് കേട്ടോ, അതിട്ട് കൊടുക്കാം. 3 എണ്ണം മതി. പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരല്പം ക്രിസ്പിനെസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു 4 ടേബിൾ സ്പൂൺ അവല് ഒന്ന് ചൂടാക്കിയെടുത്തത്, ഒന്ന് വറുത്തെടുത്ത അവല് ഉണ്ടോ, അതൊരു 4 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. ഈ അവലിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല ടേസ്റ്റാണ്. പിന്നെ ചില കുട്ടികൾക്ക് ചിലപ്പോൾ ഒന്ന് ഇങ്ങനെ ഒട്ടിപ്പിടിക്കാതിരിക്കാനും പിന്നെ ചെറിയൊരു ക്രിസ്പിനെസ്സിനൊക്കെ വേണ്ടിയിട്ടാണ് ഒരു 4 ടേബിൾ സ്പൂൺ അവൽ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതൊന്ന് വറുത്ത അവലാണെങ്കിൽ നല്ലതാണ് കേട്ടോ, അപ്പോൾ കുറച്ചും കൂടെ നല്ല ഒരു ക്രിസ്പിനെസ് കിട്ടും. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് കുറച്ച് നാളികേരമാണ്. അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ഇടാം. ഞാനിവിടെ ഇപ്പോൾ ഒരു 1/2 കപ്പ് നാളികേരം ഇതിലേക്ക് ഇടുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മളെല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞു. നാളികേരവും പഞ്ചസാരയൊക്കെ പഴത്തിലേക്ക് ശരിക്കും പിടിച്ചു കഴിഞ്ഞു. ഇത് നമുക്ക് കുട്ടികളെ കൊണ്ടൊക്കെ ഈസി ആയിട്ട് കഴിപ്പിക്കാം കേട്ടോ. എൻ്റെ കുട്ടികളിവിടെ പഴത്തിൻ്റെ പുറത്തൊരു ചെറിയ പാട് കണ്ടാൽ കഴിക്കില്ല അവർ. അപ്പോൾ അവർ ഇത് കഴിക്കില്ല വേണ്ടപ്പാന്ന് പറയുമ്പോൾ ഞാൻ ഇതേപോലെ അങ്ങോട്ട് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഒരു കുഴപ്പമില്ലാതെ അവർ കഴിക്കും. അപ്പോൾ നിങ്ങളുടെ കുട്ടികൾക്കും ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തോളൂ കേട്ടോ. ഇനി നമുക്ക് ഇനിയിപ്പോൾ നമുക്കിത് എല്ലാം സെറ്റായി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ച് കാഷ്യൂനട്ടും കിസ്മിസും വറുത്തത് ഇട്ട് കൊടുക്കാം. നിർബന്ധമില്ല കേട്ടോ, ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കയ്യിലുണ്ടെങ്കിൽ മാത്രം കുറച്ച് കാഷ്യൂനട്ടും കിസ്മിസും കൂടെ ഇട്ട് കൊടുത്താൽ കുറച്ചും കൂടെ കുട്ടികൾക്കൊരു ടേസ്റ്റിയായി ഉണ്ടോ. അങ്ങനെ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള പഴം വിളയിച്ചത് ഇവിടെ റെഡി ആയിട്ടോ. ഇപ്പോൾ കുട്ടികളൊക്കെ വീട്ടിലിരിക്കുന്ന സമയത്ത് നമുക്ക് ഈ ടപ്പേന്ന് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. ഇത് കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും വളരെ ഇഷ്ടമാവും കേട്ടോ. അപ്പം നമ്മുടെ പഴം വിളയിച്ചത് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അങ്ങനെ ഈസി ആയിട്ടുള്ള ഈ പഴം വിളയിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം കേട്ടോ. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. അപ്പോൾ നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.